നമുക്ക് കിട്ടും. വർറിളാ ബിഖളാഇല്ലാഹ് വസ്സബ്റു അലാ ഹുക്മില്ലാഹ്. വർറിളാ ബിഖളാഇല്ലാഹ് വസ്സബ്റു അലാ ഹുക്മില്ലാഹ് والإيمان بما قال الله عز وجل والإيمان بأقدار الله كلها خيرها وشرها حلوها ومرها قد علم الله ما العباد عاملون. അള്ളാഹുവിന്റെ ഖളാഇൽ തൃപ്തിപ്പെടണം. അള്ളാഹു എന്താണോ വിധിച്ചത് അതിൽ തൃപ്തിപ്പെടണം. വസ്സബ്റു അലാ ഹുക്മില്ലാഹ്. അള്ളാഹു വിധിച്ചത് എന്താണോ അതിൽ ക്ഷമിക്കണം. ഇവിടെ അള്ളാഹു വിധിച്ചത്, അള്ളാഹു ഖളാ ചെയ്തത്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും ഇവിടെ സൂക്ഷ്മമായ പരിശോധനയിൽ ഒരു ചെറിയ വേർതിരിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മഹാന്മാരായ ഇമാമിയങ്ങളുടെ അഖ്വാലുകൾ ധാരാളമായി വായിക്കുന്ന, അതിനെ സൂക്ഷ്മ വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ്. അതെവിടുന്ന് കിട്ടിയത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ വായന കൊണ്ടും പരിചയം കൊണ്ടുമാണ് കിട്ടുക. അല്ലാതെ വേറെ പിടിച്ചു കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ. ഖളാഉല്ലാഹ്, അള്ളാഹുവിന്റെ ഖളാ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മുസന്നിഫ് റഹിമഹുല്ലാ ഇമാം ബർബഹാരി ഉദ്ദേശിക്കുന്നത്, അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുള്ളത്, വിധിച്ചിട്ടുള്ളത്, അത് മിനൽ അഖ്ദാരിൽ കൗനിയ്യ, പ്രാപഞ്ചികമായ സൃഷ്ടിപരമായ പ്രകൃതിപരമായ കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് കണക്കാക്കിയിട്ടുണ്ടല്ലോ, ആ വിധിയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നമുക്ക് എന്ത് ആരോഗ്യമുണ്ടാകണോ, രോഗമുണ്ടാകണോ, നമ്മളെപ്പം മരിക്കണം, നമ്മുടെ ബാക്കിയുള്ള ആളുകൾ എപ്പോൾ മരിച്ചു പോകും, എന്തെല്ലാം പരീക്ഷണങ്ങൾ വരും, സ്വത്തുണ്ടാകുമോ, സ്വത്തുണ്ടാവില്ലേ, ബുദ്ധിമുട്ടൂലേ, ഇങ്ങനെയുള്ള നമ്മൾ പറയുന്ന വിധികളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അല്ലാഹ് നമുക്ക് എന്ത് വിധിച്ചാലും ആ വിധിച്ചതിൽ നമ്മൾ തൃപ്തിപ്പെടണം. അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് അത് മുസ്തഹബ്ബ, അതിൽ ക്ഷമിക്കുക എന്നുള്ളത് വാജിബാണ്, അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് മുസ്തഹബുമാണ്. അതിൽ സന്തോഷിക്കുക എന്നുള്ളത്, തൃപ്തിപ്പെടുക എന്നല്ലാണ്ട് അതിൽ സന്തോഷിച്ച് ആഹ്ലാദിക്കും ചിലർ എന്ന് പറയാറുണ്ട് സൂഫികൾ, അത് വിദ്യാർത്ഥിയാണ്. മൂന്നാണ് ഘട്ടം. വേർതിരിക്കാൻ നമുക്ക് പറ്റണം. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട്, ഭാര്യ പ്രഗ്നന്റായി, ഞാൻ സാധാരണ ഉണ്ടാവുന്ന ഒരു കാര്യം പറയാം. ഭാര്യ പ്രഗ്നന്റായി, അപ്പോ ഡോക്ടറെ കാണിക്കുമല്ലോ. പണ്ടത്തെ മാതിരിയൊന്നും അല്ലല്ലോ. ഇപ്പൊ എന്താ ചോദിച്ചാൽ ആ മാസം കൊണ്ടുപോയിട്ട് ഡോക്ടർമാർക്ക് പൈസ കൊടുക്കണല്ലോ. ഡോക്ടർമാരാരെങ്കിലും കേൾക്കണ്ടേ ക്ഷമിക്കണേ, ഞാൻ ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കൊന്നും എതിരല്ല. നമ്മളെ നാട്ടിലെ ഈ ഇതുണ്ടല്ലോ, ഓവർ ആക്ഷൻ, പല കാര്യങ്ങളിലും അനാവശ്യമായിട്ടുള്ള നമ്മുടെ ആശങ്കകളും, ഇതൊക്കെ പണ്ട് ഈ ലോകത്ത് കാണുന്ന മുഴുവൻ മനുഷ്യന്മാരും ഗർഭം ധരിച്ച് പ്രസവിച്ചു വന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രസവത്തിന് മാത്രം, ഗർഭധാരണത്തിന് മാത്രം വേറൊരു നിയമമാണ്. ഗർഭം ധരിക്കുന്നതിന്റെ മുമ്പ് ഡോക്ടറെ അടുത്ത് പോകാൻ തുടങ്ങിയാൽ പോക്കോട് പോക്ക്. ആർക്കാ നിങ്ങൾ ഈ പൈസ ഉണ്ടാക്കാൻ നടക്കുന്നത്? അതിൻ്റെ ഒന്നും കാര്യമല്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാം. അല്ല, അങ്ങനെ പറഞ്ഞല്ല. വേണമെങ്കിൽ അവസാന ഘട്ടം വരുമ്പോൾ 1 2 തവണ കാണിക്കണമെങ്കിൽ കാണിക്കും. അതിനൊക്കെ കാര്യം ഉണ്ടാകുള്ളൂ. ഇവർ പറഞ്ഞ് പേടിപ്പിക്കും. അത് അവരെ ബിസിനസിന്റെ താല്പര്യമാണ്. അവർ പോലും അറിയണില്ല ഞങ്ങളെ താല്പര്യമാണ്. അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അവരെങ്ങനെ ചെയ്തു പോകുന്നു എന്ന് മാത്രമേ അതിൻ്റെ ഒന്നൊരു കാര്യമില്ല. ഏതാണെങ്കിലും അങ്ങനെ സ്കാൻ ചെയ്യണം. ഒന്ന് സ്കാൻ ചെയ്ത് എന്തോ ഒരു ചെറിയ ഒരു സംഭവം വരുന്നുണ്ട്, എന്തോ ഒരു സംശയമുണ്ട്. അപ്പം അത് കൊണ്ടുപോയിട്ട് അവസാനം പിന്നെ അതിനും മീതെ സ്കാനിങ്ങിന്റെ അപ്പുറത്തുള്ള കുറച്ചും കൂടി ചെയ്യാനുണ്ട്, 2 3 അതും ഡോക്ടർ എഴുതി കൊടുത്തു. അതും നമ്മളെ പൈസ കൊടുത്ത് നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് ചെയ്ത് വന്നപ്പോ ഇതിന് ജനിതകമായിട്ട് ജനറ്റിക്കലി ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ട്. അത് എന്ത് സംഭവിക്കുന്നറിയും? അത് സംഭവിക്കാൻ പോകുന്നത്, ഈ കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ജന്മനാ വലിയ വൈകല്യം ഉണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞു പേടിപ്പിക്കും. അതെന്താ ഡോക്ടർ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയാണ് ഡോക്ടർ ബുക്കിൽ വായിച്ചത്. അല്ലാതെ ഡോക്ടർക്ക് ഇതിൽ യാതൊരു ഉറപ്പില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കണമാര് ഡോക്ടർമാർ ഇത് തൊട്ടുനോക്കി കണ്ടുനോക്കി അങ്ങനെയൊന്നും അല്ല. അവര് ഇംഗ്ലീഷിൽ എഴുതിയത് അടുത്തുനിന്ന് വലത്തോട്ട് എഴുതിയിട്ടുള്ള ബുക്കിൽ പറഞ്ഞ കാര്യം അതിന്റെ സാധ്യത വെച്ച് പെരുപ്പിച്ചൻ പറയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മെഡിക്കൽ ടെർമിനേഷൻ, വൈദ്യശാസ്ത്രത്തിന്റെ നിയമം അനുസരിച്ചിട്ട് അത് അബോർട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഉടനെ തന്നെ
കുറച്ച് സൂക്ഷ്മതയുള്ള ആൾക്കാർ. ഇല്ലാത്തവര് ആ സമയത്ത് അന്ന് തന്നെ അത് അബോർട്ട് ചെയ്യാനുള്ള ഗുളികയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ കൊടുത്തിട്ട് കൊണ്ടുവരും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞതിന്റെ ശേഷം കൊണ്ടുപോയിട്ട് DNC ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് പോരും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഞാനിത് പറയാതെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം. സത്യത്തിൽ എന്താ ഈ പറയുന്ന കേസുകളിൽ അധികവും ഇതിന് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പരിഹരിച്ചു പോകാവുന്നതാണ്. ഈ വൈദ്യശാസ്ത്രം ഇവർ പറഞ്ഞ കിതാബിൽ തന്നെ അങ്ങനെ ഉണ്ട്. ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതിയ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ആംഗലേയ ഭാഷയിൽ എഴുതിയ ബുക്കിൽ തന്നെ ഉള്ള കാര്യമാണ്. ഇതൊക്കെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പരിഹരിക്കാൻ ചില സ്റ്റേജിൽ പലതരത്തിലുള്ള ഇത്തരത്തെ ഇങ്ങനെയുള്ള തകരാറുകൾ കാണിക്കാം. ആ തകരാറുകൾ കാണിക്കാമെങ്കിലും അതൊക്കെ അധികവും പരിഹരിച്ചു പോകും. ഇനി പരിഹരിച്ചു പോകാത്ത വലിയ പ്രശ്നമാണെങ്കിൽ അതിന് അന്നെ സംവിധാനം വെച്ചിട്ടുണ്ട്. അത് മിസ്കാരേജ് ചെയ്യപ്പെടും. ഒരു 90% അങ്ങനെയാണ്. ഭയങ്കര വൈകല്യത്തോടു കൂടി അങ്ങനെ ഉണ്ടാകാവുന്ന കുട്ടികൾ അത് ഒരു പ്രത്യേക മാസെത്തുമ്പോൾ അതെന്ത് ചെയ്യും? മിസ്കാരേജ് ചെയ്യപ്പെടും. ഈ മാൽഫോർമേഷനോട് കൂടിയിട്ട് കുട്ടി ജനിക്കൂല. ഇനി വളരെ അപൂർവം ചില കേസിൽ ഒരു കുട്ടി അങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ചില്ലറ വൈകല്യങ്ങൾ ഉണ്ടായിന്ന് വരും. ആ വൈകല്യങ്ങളോട് കൂടി ജനിച്ചാൽ, എനിക്ക് അങ്ങനെ വൈകല്യമുള്ള ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് സമ്മതിക്കണോ സമ്മതിക്കണ്ടേ? തൃപ്തിപ്പെടണ്ടേ? ഇവിടെയാണ് നമ്മുടെ ഈമാൻ ചോദ്യം ചെയ്യുന്നത്. അള്ളാഹ് തന്നത് ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറില്ല, അത് ഞാൻ വഴി തടയും. അതാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി പോകുകയാണെങ്കിലും തടുക്കും, മന്ത്രിമാർ നടക്കുകയാണെങ്കിൽ പോകും, അല്ല പ്രതിപക്ഷ നേതാവ് പോകുകയാണെങ്കിൽ മറ്റൊരു തടുക്കും. തടുത്ത് ശീലിച്ച ആൾക്കാർ നമ്മളത് വഴിയിൽ തടുക്കും. ഒറ്റ തടുക്കലാണ്. അത് കൊണ്ടുപോയിട്ട് ടെർമിനേറ്റ് ചെയ്യും. അതിൻ്റെ കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് കുറെ നിബന്ധനയൊക്കെ ഉണ്ട്. ഒന്ന് ടെർമിനേറ്റ് ചെയ്യാവുന്ന സ്റ്റേജിലേ ചെയ്യാവൂ. ഒരു ഡോക്ടർ പറഞ്ഞ കേട്ടിട്ട് ചെയ്യരുത്. ഒന്നിലധികം വൈദ്യന്മാരുടെ ഡോക്ടർമാരുടെ ഒപ്പീനിയൻ എടുക്കണം. ഇതിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിൽ ഒന്നുകിൽ അസ്ല് നശിക്കും അല്ലെങ്കിൽ ഫർഇ നശിക്കും എന്ന കാര്യം ഉറപ്പാണെങ്കിലേ പറ്റുള്ളൂ. ഉമ്മ മരിക്കും, അല്ലെങ്കിൽ കുട്ടി മരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി മരിക്കും. അങ്ങനെ അപായപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഇതൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ കലക്കി കളയാൻ പറ്റുന്നതല്ല ഇതൊരു മനുഷ്യക്കുഞ്ഞിനെ. പക്ഷെ ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റണില്ല. നിങ്ങൾ ഈ പറയണ ഇവിടെ പറയണ സുന്നിയോ മുജാഹിദോ ജമാഅത്തോ സലഫികൾ എന്ന് പറയണോലോ അല്ലാത്തോലോ ഒക്കെ എടുത്തോളി. മുന്തിയ കൂട്ടരായിരിക്കുമല്ലോ ഇപ്പൊ സലഫികൾ. അവരെ കാര്യം വരുമ്പോ ഇതിൽ കണക്കാണ്. അവരെ കാര്യം വരുമ്പോ അള്ളാന്റെ ഖദാഇലും ഖദറിലും അവർക്ക് വിശ്വാസമല്ല. അവർ കൊണ്ടുപോയിട്ട് കലക്കി പുറത്ത് കളഞ്ഞിട്ട് അവർ വരുള്ളൂ. അപ്പൊ എവിടെ നമ്മുടെ ഖദാ ഖദറിലുള്ള അഥവാ ഇതിനങ്ങനെ പരിഹരിച്ചിട്ടില്ലെങ്കിൽ, ഈ തകരാറ് പരിഹരിക്കാത്ത വിധം വലുതാണ് എങ്കിൽ സ്വാഭാവികമായും അത് പുറന്തള്ളപ്പെടും. ഇനി ഏതെങ്കിലും ഒരു കേസിൽ വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ വൈകല്യത്തോട് കൂടിയിട്ടൊരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനിച്ച കുട്ടി ആ വൈകല്യത്തോട് കൂടി ജീവിക്കട്ടെ. അതിനെന്താണ് പ്രശ്നം? ഇനി ഈ വൈകല്യം എന്നുള്ളത് നമുക്ക് തടുക്കാൻ പറ്റുമോ? നമ്മളൊരു കുട്ടീനെ അങ്ങനെ വഴി തടുത്തു എന്ന് വിചാരിക്കുക. അടുത്ത കുട്ടി ഒരു തകരാറില്ലാതെ പ്രസവിച്ചു വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടി ഒരു 4 വയസ്സോ 5 വയസ്സോ ആകുമ്പോഴായിരിക്കും നേരെ കാറിന്റെ മുന്നിലേക്ക് ചാടുന്നത്. ഒരു മുട്ടല്. ഈ പറഞ്ഞതിനേക്കാൾ വലിയ അവസ്ഥ അങ്ങനെ തന്നെ കിടക്കണ എത്ര കുട്ടികളെ നമുക്കുണ്ട്? നമുക്ക് കിടക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് തടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ ഒരു ഓവർ കോൺഫിഡൻസ്. അതൊന്നും വേണ്ട. ഒരു രൂപത്തിലല്ല. അള്ള എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ള ചെയ്യാൻ വിചാരിച്ച അള്ള ചെയ്തിരിക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതിനൊക്കെ അള്ളാഹ്ക്ക് വേറെ വഴികളുണ്ട്. അള്ളാന്റെ വഴികൾ അടക്കാനൊന്നും കഴിയില്ല. വമ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾക്ക് എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾക്ക് എന്നെ അശക്തനാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്റെ പ്ലോട്ടുകൾ, എന്റെ പദ്ധതികൾ അത് അസ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ഖദാ ഖദറിലുള്ള വിശ്വാസമാണ് ചോദ്യം ചെയ്യുന്നത്. മറിച്ച് ഇങ്ങനെ എന്ത് വരികയാണെങ്കിലും ആ അള്ളാഹ് എന്താണോ കണക്കാക്കിയത് അത് സബർ ചെയ്യൽ വുജൂബാണ്. ക്ഷമിച്ചേക്കണം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായതിൽ ഞാൻ സ്വന്തമായിട്ട് എന്റെ നാവിലോ എന്റെ പ്രവർത്തനത്തിലോ അതിലൊരു ക്ഷമകേട് പ്രകടിപ്പിക്കാൻ പാടില്ല. ഞാൻ വേറെ ആരുടെയെങ്കിലും മുന്നിൽ അത് പറയാൻ പാടില്ല.
ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എല്ലാം പറയേണ്ടത് അള്ളാഹുവിനോട് നിങ്ങൾക്ക് പറയാം, അത്രയും പറയാം, അത് കുഴപ്പമില്ല. അള്ളാഹിനോടല്ലാതെ മറ്റൊരാളോടും ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, ഞാൻ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്ഷമകേട് വാക്കാലോ പ്രവർത്തനത്താലോ നിങ്ങളുടെ മനസ്സിലോ വരരുത്. അതാണ് സബർ. സബർ എന്ന് പറഞ്ഞാൽ ഹബ്സുൻ നഫ്സ്. അള്ളാഹുവിന് വേണ്ടിയിട്ട് നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തടഞ്ഞു വെക്കണം. അള്ളാഹു കണക്കാക്കിയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ വിമ്മിട്ടം രേഖപ്പെടുത്താൻ, അസംതൃപ്തി രേഖപ്പെടുത്താൻ, അതിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലായ്മ രേഖപ്പെടുത്താൻ പോകരുത്. അതിൽ നിന്ന് മനസ്സിനെ നിങ്ങൾക്ക് തടഞ്ഞു വെക്കാൻ പറ്റണം. ഇതാണ് സബർ. ഇത് വുർജൂബാണ്. അല്ലെങ്കിൽ പിന്നെ അത് അഖല്ലാണ്. ഇല്ലെങ്കിൽ ഒരാൾക്ക് ഈമാൻ അൽ ഈമാനു ബിഖളാഇല്ലാഹി വഖദരി, അള്ളാന്റെ ഖളാ ഖദറിൽ വിശ്വാസം ഉണ്ട് എന്നുള്ളത് വെറും അവകാശവാദം മാത്രമേ, അതിന് യാഥാർത്ഥ്യം ഉണ്ടാവില്ല. അള്ളാന്റെ ഖളാ ഖദറിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന വാക്ക്, ആ വാക്കിന് യാഥാർത്ഥ്യം വേണമെങ്കിൽ ഇങ്ങനെ വരുമ്പോ അത് ക്ഷമിക്കണം. ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ക്ഷമകേട് വാക്കാലോ പ്രവർത്തനത്താലോ വരാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം. അത് വുജൂബൻ, നിർബന്ധമായിട്ട്. ഇനി അടുത്തൊരു സ്റ്റേജ് ഉണ്ട്. അടുത്തൊരു സ്റ്റേജ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്ഷമിക്കുക മാത്രമല്ല, അള്ളാഹു എനിക്ക് കണക്കാക്കിയിട്ടുള്ള ഇത്തരം കാര്യം, ഒരു കുഞ്ഞ് സ്കാനിങ്ങിൽ അങ്ങനെയൊക്കെ വന്നു, ശരി, അത് ഭയങ്കര വളരെ സീവിയർ കണ്ടീഷൻ ആണെങ്കിൽ അള്ളാഹു ഒരു പക്ഷെ അത് അവസാനിപ്പിക്കണം തീരുമാനിച്ചാൽ 4-ാം മാസത്തിലോ 5-ാം മാസത്തിലോ എന്തായിട്ടുണ്ടാവും, അബോർട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. ഇവിടെ കുറെ ഡോക്ടർമാരിക്കുന്നുണ്ട്, അവർക്കൊക്കെ അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ടാവും. ഞാനിതൊരു കുറഞ്ഞ വാക്കേ പറയുള്ളൂ. ഡോക്ടർമാർക്കൊക്കെ അനുഭവം ഉണ്ടാവും. പക്ഷെ ആ അനുഭവം ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടർമാർ പിന്നെ റെക്കമെൻഡ് ചെയ്യും ടെർമിനേഷൻ, അത് അബോർട്ട് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യും. അത് അവർ പഠിച്ച അവരുടെ തൊഴിലിന്റെ അവരുടെ രീതി മാത്രമാണ്. അവരുടെ തൊഴിലും അവരുടെ രീതിയൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ ദീനും നമ്മുടെ ജീവിതമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ദീനാണ്. അതുകൊണ്ട് അവരുടെ തൊഴിൽപരമായ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രൊഫഷണൽ വേ അതവിടെ വേറെ നിന്നോട്ടെ. ഇത് എനിക്കെൻ്റെ ഒരു ജീവിതമാണ്, അവർക്ക് അവരുടെ പ്രൊഫഷനാണ്, പ്രൊഫഷൻ അവിടെ നിൽക്കട്ടെ. എനിക്കെൻ്റെ ലൈഫാണ്, എൻ്റെ ദീനാണ്, എൻ്റെ ദീനാണ് വലുത്, എൻ്റെ ലൈഫാണ് വലുത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം വരികയാണെങ്കിൽ ഞാൻ തൃപ്തിപ്പെട്ടു, ഞാനത് ക്ഷമിച്ചു, അത് വുജൂബൻ. എന്നിട്ട് മാത്രമല്ല, ഒരാൾ ഈമാൻ കുറച്ച് ബലമുള്ള ആളാണെങ്കിൽ അതിൽ അയാൾ തൃപ്തിപ്പെടും. അത് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിനുള്ള ആത്മഫലം വലുത് വേണം. അതിനുള്ള ഈമാനിന്റെ ശക്തി ഭയങ്കരമായിട്ട് വേണം. ഈമാനിന്റെ ശക്തിയുള്ള ഒരാൾക്കേ അത് തൃപ്തിപ്പെടാൻ പറ്റൂ. ഈമാനിന്റെ ശക്തി ഇല്ലാത്ത ഒരാൾ ഒരു പക്ഷെ ക്ഷമിക്കും, പക്ഷെ അയാൾക്ക് അതിൽ തൃപ്തിപ്പെടാൻ കഴിയില്ല. തൃപ്തിപ്പെടുന്നത് നല്ല ഈമാനുള്ള അപൂർവം ചില ആളുകൾ മാത്രമായിരിക്കും. അതിനാൽ തന്നെ റിള എന്ന് പറയുന്നത് മുസ്തഹബ്ബ, അത് മുസ്തഹബത്താക്കി വെച്ചു. സബർ എന്നുള്ളത് വുജൂബാക്കി വെച്ചു. എന്നാൽ വേറെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ, അവര് പറയാ അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ആഹ്ലാദിക്കും. അത് വേറെ ഒരു കേസ്, അത് രോഗമാണ്. അങ്ങനെ ആഹ്ലാദിക്കുക എന്നുള്ളത് റസൂലുള്ളാഹിന്റെ ഹദിയിന് പുറത്താണ്, അത് ഫിത്രത്തിന് പുറത്താണ്. ഇയാൾ ഈ കാണിക്കുന്നത് തകല്ലുഫാണ്, തസന്നുആണ്, തനത്തുആണ്, കൃത്രിമത്വമാണ് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട്. മുൻകാല നബിമാർക്ക് ഇങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട്. അവർ ചാടിക്കളിച്ച പരീക്ഷണം വന്നു ഹാറിന് അവർ ചെറുകിട്ടടിച്ചിട്ടില്ല. മുൻകാല നബിമാരുടെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒരുപക്ഷെ അതാ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ഒരു മകനെ കൊണ്ടുപോയി ഇവര് കിണറ്റിലിട്ടു. എന്നിട്ട് പറഞ്ഞു ചെന്നായി പിടിച്ച്. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ തന്നെ ജിന്നിനെ വിളിച്ചിട്ട് ആ മകനെ എവിടെ ഉണ്ടെന്ന് പോയി നോക്കി വാ എന്ന് പറഞ്ഞിട്ട് ജിന്നിനോട് സഹായം ചോദിച്ചില്ല. അങ്ങനെ ചോദിക്കാമെന്ന് മനസ്സുകൊണ്ട് കരുതിയതുമില്ല. ഞങ്ങൾ ചോദിക്കണില്ല, പക്ഷെ കരുതി വെക്കണുള്ളൂ. അത് കരുതി വെച്ചിട്ടുമില്ല. മറിച്ച് അദ്ദേഹം എന്റെ എല്ലാ വേദനകളും എന്റെ എല്ലാ ആവലാദികളും മേഘനായ അള്ളാഹുവിലേക്ക് ഞാനിതാ വിക്ഷേപിക്കുന്നു, വേറെ ആരോടും അത് പറയാൻ പോകുന്നില്ല. അങ്ങനെ ഇരുന്ന് കരഞ്ഞു അദ്ദേഹം, ഒരുപാട് കരഞ്ഞു
മിനൽ ഹുസ്നി വഹുവ കളീം. അദ്ദേഹം ദുഃഖം കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ 2 കണ്ണുകളും പാടകെട്ടി വെളുത്തുപോയി, കാഴ്ച പോയി. പക്ഷേ അള്ളാഹ് തൃപ്തിപ്പെടാത്ത ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് വരില്ല. അദ്ദേഹം ഒരു ക്ഷമകേട് ആരോടും പറയില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ദുഃഖം അദ്ദേഹം കണ്ണുനീരായിട്ട് കരഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് അത് പുറത്തു വന്നിട്ടുണ്ട്. അത് ദീനിനെതിരല്ല, അത് ഫിത്രത്തിനെതിരല്ല. ആ യാക്കൂബ് നബിക്കില്ലാത്ത ഒരു ഖദാ ഖദറിലുള്ള വിശ്വാസം കാണിക്കാൻ വേണ്ടി ചിലർ ചിറകിട്ടടിച്ചിട്ടുണ്ടെങ്കിൽ അത് തക്കല്ലുഫാണ്, അത് ദീനിന്റെ പുറത്താണ്. അത് അമ്പിയാക്കന്മാരുടെ ഹദീനും സംത്തിനും തെല്ലിനും ഒക്കെ പുറത്താണ്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം അത് പഴയ കാലത്തതല്ലേ എന്ന് പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം അലൈഹിസ്സലാം, ആ കുഞ്ഞ് മരിച്ചുപോയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് നന്നായിട്ട് കണ്ണീര് വന്നു. കരഞ്ഞ സന്ദർഭത്തിൽ ചിലര് പറഞ്ഞു, നബിയെ താങ്കൾ കരയാണോ? അപ്പൊ താങ്കൾ കരയാണോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, ഇത് അള്ളാഹു റഹ്മത്തുള്ള ആളുകളുടെ മനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഇബ്രാഹിം, നിന്റെ വിയോഗത്തിൽ നാം അത്യധികം ദുഃഖമുള്ളവരാണ്. നമ്മൾ അള്ളാഹ് തൃപ്തിപ്പെടുന്നതല്ലാതെ ഒരു കാര്യം ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. പക്ഷേ നിന്റെ വിയോഗത്തിൽ നമുക്ക് അത്യധികം ഖേദമുണ്ട്, ദുഃഖമുണ്ട് എന്ന് നബി ആ ദുഃഖം രേഖപ്പെടുത്തി. അത് ഫിത്രത്തിൽപ്പെട്ടതാണ്, അത് അള്ളാഹ് തരുന്ന റഹ്മത്താണ് എന്നാ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ആളെ പറഞ്ഞയച്ചു. വേറൊരു ഘട്ടം, രണ്ടാമതൊരു സംഭവം, നബിനോട് ഉപ്പാനോട് വേഗം വീട്ടിൽ വരാൻ പറയണം, കുട്ടി ആസന്ന നിലയിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് അള്ളാഹ് കണക്കാക്കിയ മാതിരി നടക്കും. അപ്പൊ അവർ വീണ്ടും ആളെ പറഞ്ഞയച്ചു, നിർബന്ധമായിട്ട് വേഗം വരണം. അങ്ങനെ മുഹത്തളിറാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടി മരണപ്പെടുന്ന ഘട്ടത്തിലാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ലില്ലാഹി മാ അഅത വലഹു മാ അഖദ വകുല്ലു ഷൈഇൻ ബിഅജലിൻ മുസമ്മ ഫൽതഹ്തസിബ് വൽതസ്ബിർ. അള്ളാഹ് നമുക്കൊരു കുഞ്ഞിനെ നൽകിയാൽ അതും അള്ളാന്റെ ആണ്. അള്ളാഹ് തന്നത് അള്ളാഹ് തിരിച്ചെടുത്താൽ അതും അള്ളാഹ്ക്കുള്ളത് അള്ളാഹ് തിരിച്ചെടുത്തു. എല്ലാവരും, കുഞ്ഞാവട്ടെ, നമ്മളാവട്ടെ, നിങ്ങളാവട്ടെ, എല്ലാവർക്കും ഒരു നിശ്ചിതമായ അവധിന്റെ അപ്പുറത്തേക്ക് ഒരാൾ ഇവിടെ ജീവിക്കൂല. ആ അവധിന്റെ അപ്പുറത്തേക്കും വരൂല, അപ്പുറത്തേക്കും പോകൂല. അതുകൊണ്ട് ഫൽതസ്ബിർ വൽതഹ്തസിബ്, ക്ഷമിക്കട്ടെ, ക്ഷമകേടൊന്നും കാണിക്കരുത്, അള്ളാഹിനോട് പ്രതിഫലം കാക്ഷിക്കട്ടെ, ദുഃഖിക്കരുത് എന്ന് പറഞ്ഞില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരിച്ച കുഞ്ഞിനെ കാണാൻ ചെല്ലുമ്പോൾ നബിയുടെ കണ്ണിൽ നിന്ന് നന്നായിട്ട് 2 കണ്ണിൽ നിന്നും വെള്ളം വരുമ്പോൾ സഹാബിമാരിൽപ്പെട്ട ചിലർ ചോദിക്കുന്നുണ്ട്, നബിയെ താങ്കളല്ലേ ഞങ്ങളോട് വിലക്കിയത്, എന്നിട്ട് താങ്കൾ കരയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്, ഞാനത് വിലക്കിയിട്ടില്ല, വിലക്കിയത് നിയാഹത്താണ്, ഹാലിഖത്തും സാലിഖത്തുമാകുന്നതിനെയാണ് വിലക്കിയിട്ടുള്ളത്. ഒരു കുഞ്ഞു മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അങ്ങനെ വിലാപം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ് വലിച്ചു കീറുന്നത്, തല അടിച്ചു പൊളിക്കുന്നത്, അതുപോലെ തന്നെ ഭ്രാന്തായ മാതിരി അവരിങ്ങനെ ദുഃഖം പ്രകടിപ്പിക്കുന്നത്, അതിനെയാണ്. എന്നാൽ കണ്ണിൽ നിന്ന് കണ്ണീര് വരിക എന്ന് പറഞ്ഞിട്ടുള്ള ഈ കണ്ണീര് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു റാഹിമീങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള അവന്റെ കാരുണ്യമാണ്. അതിനൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരു കാരുണ്യത്തിന്റെ ഒരു കണ്ണീര് വരാൻ പാടില്ല, അവിടെ ചിറകിട്ടടിക്കണം എന്ന് പറയുന്ന സൂഫികളുടെ വാദം അത് ബിദ്അത്തുമാണ്. അപ്പൊ ആ 3 സ്റ്റേജ് മനസ്സിലാക്കിക്കോളൂ. ഒന്ന്, ഇത്തരത്തിലുള്ള ആപത്തുകൾ വരുമ്പോ, അത്തജാറുകൾ വരുമ്പോ അതിൽ സ്വബർ ഉജൂബാണ്. അതിൽ റിള കിട്ടുക എന്നുള്ളത് ഈമാനിന്റെ ബലമുള്ള ആളുകൾക്കേ കഴിയുള്ളൂ, അത് മുസ്തഹബത്താണ്. എന്നാൽ അവിടെ റിളന്റെ അപ്പുറത്തേക്ക് പോയിട്ട് അതിൽ അള്ളാഹ് നിശ്ചയിച്ച ഫിത്രത്തിനും പുറത്തു പോയിട്ട് ആഹ്ലാദം, അല്ലെങ്കിൽ അന്ന് മുട്ടായി വിതരണം ചെയ്തു, ലഡു വിതരണം ചെയ്തു, എന്റെ മകൻ മരിച്ചിട്ടാ. എന്താ ലഡു എന്ന്? അത് മകൻ മരിച്ചതാ. ഇങ്ങനെ ആഹ്ലാദം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് ആ രൂപത്തിൽ സംസാരിക്കുക, അത് റസൂലുള്ളാഹ് കാണിച്ചിട്ടില്ല. അത് മനുഷ്യന്റെ ഫിത്രത്തിന് വിരുദ്ധമാണ്. അത് ചിലർ കാണിക്കുന്നുണ്ടെങ്കിൽ അവര് ഫിത്രത്ത് മൻകൂസത്താണ്, അവര് തനത്തുഴും തക്കല്ലുഫുമാണ്, കൃത്രിമത്വമാണ് കാണിക്കുന്നത്. അവരുടെ പ്രകൃതിയെ അവർ തല കുത്തനെ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുക. ഇനി വസ്സബ്റു അലാ ഹുക്മില്ല, അടുത്ത മുഫ്രദാത്തിലേക്ക് വരും.
സ്വബർ അലാ ഹുക്മില്ല. ആദ്യത്തെ സ്വബറിന് പറഞ്ഞത് ബി ഖളാഇല്ല, അതിൽ തൃപ്തിപ്പെടണം. അതിൽ സ്വബർ വുജൂബാണ്, റിള എന്ന് പറയുന്നത് മുസ്തഹബത്താണ്. അതിൽ ഫറഹ് കാണിക്കുക എന്നുള്ളത് അത് ബിദ്അത്തുമാണ്. എന്നാൽ വസ്സബ്റു അലാ ഹുക്മില്ല, അവിടെ ഹുക്മുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖളാഉല്ലാഹ് അശ്ശർഈ, അല്ലാഹുവിന്റെ ശർഈയായ കൽപ്പനകളാണ്. അതിനാണ് ഇവിടെ ഹുക്മ് എന്ന് മുഅല്ലിഫ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഒരാൾ മരിക്കണം, സ്വത്ത് നഷ്ടം, ഇങ്ങനെയുള്ളതെല്ലാം അത് ഖളാഇൽപ്പെട്ടു. എന്നാൽ 5 നേരം നിസ്കരിക്കണം. ഒന്ന് സുബൈക്കന്നെ വേണം, 5:3 5:2 ബാങ്ക്. ആ നേരത്തെ തന്നെ നീക്കണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അതിന്റെ മുമ്പ് നീച്ചിട്ട് വേണം നമ്മൾ ഖിയാമുൽ ലൈലോ അല്ലെങ്കിൽ തഹജ്ജുദോ അല്ലെങ്കിൽ വിത്രോ ഒക്കെ നിസ്കരിക്കണമെങ്കിൽ അതിന്റെ വേണം. അതുപോലെ തന്നെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് വാളും പരിചയവും ഒക്കെ എടുത്തിട്ട് ഏത് പ്രയാസമുള്ള ഘട്ടാണെങ്കിലും ഇമാമ് യുദ്ധത്തിന് വിളിച്ചാൽ യുദ്ധത്തിന് ഇറങ്ങിക്കൊള്ളണം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വിലപ്പെട്ടിട്ടുള്ള സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ അള്ളാഹ്ക്ക് ചിലപ്പോൾ നമ്മൾ ബലി നൽകേണ്ടി വരും. ഇങ്ങനെ പലതുണ്ട്. ഈ പറയുന്ന അള്ളാഹുവിന്റെ അഹ്കാമുകൾ, അള്ളാഹുവിന്റെ ഖളാഉകൾ, അവന്റെ കിതാബത്തുകൾ, അവന്റെ വിധികൾ, അവന്റെ നിയമങ്ങൾ, ആ നിയമങ്ങൾ ശർഈയായ നിയമങ്ങൾ, അതിൽ ക്ഷമ പാലിക്കണം. അതിൽ ക്ഷമിക്കേണ്ടത് ഹബ്സുൻ നഫ്സ് അലാ ത്വഅത്തില്ലാഹ്. ആദ്യത്തേത് ഹബ്സുൻ നഫ്സി അൻ മഹാരിമില്ലാഹ്, അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ പിടിച്ചെക്കണം. ഇതതിന്റെ ആദ്യ ഒരു ഘട്ടമാണ്. 2 കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പൊ നല്ല മദ്യം 400 വർഷം കുഴിച്ചിട്ടതാണ്. അത് കുഴിച്ചിടുന്ന കാലം കൂടുന്നതിനനുസരിച്ച് നന്നാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞാണ്, അല്ലാണ്ട് വേറെ അർത്ഥത്തിൽ പറഞ്ഞൊന്നല്ല. 400 വർഷം പഴക്കമുള്ള കള്ളാണ് ഇത്രയും കൊണ്ടുവരുന്നത്. അതങ്ങനെ ഒഴിച്ചിട്ട് കുപ്പിയിൽ ഇങ്ങനെ വെച്ചാൽ അതിന്റെ ഇതറിയുന്ന ആൾക്കാർക്ക് ഗ്ലാസ്സിൽ ഇങ്ങനെ കണ്ടാൽ, അപ്പൊ എല്ലാരും അതിന്റെ മികവ് പറഞ്ഞു. അത്ര വില, ഒരു ഗ്ലാസ്സിന് തന്നെ ലക്ഷക്കണക്കിനാണ് വില കൊടുക്കുന്നത്. ഇപ്പൊക്കെ ലക്ഷത്തിലാണ്. ഇപ്പൊ മാങ്ങക്ക് വരെ ലക്ഷത്തിലാണ് വില പറയുന്നത്. ആ ജാതി കാലല്ലേ. അപ്പൊ അത്ര ലക്ഷം റുപ്യ വില വരുന്ന ഒരു സാധനം എല്ലാരും ഇങ്ങനെ അതിങ്ങനെ മുന്നിലുണ്ട്. ആരും കാണൂല, എന്നെ അറിയുന്ന ഒരാളുമില്ല. ഞാൻ വേറൊരു സാഹചര്യത്തിൽ വേറൊരിടത്താണ്. എന്നെ പരിചയമുള്ള ഒരാളുമില്ല. എന്നെ പരിചയമുള്ള ആളുകളായിട്ട് എന്റെ സാമൂഹ്യ വൃത്തവുമായിട്ട് ബന്ധമുള്ള ഒരു കുട്ടിയും ഇതിലില്ല. ഇത് വേറൊരു എന്റെ തൊഴിൽപരമായ അല്ലെങ്കിൽ വേറുള്ള ഒരു ഇതിൽപ്പെട്ട ഒരു കാര്യമാണ്. ആരും കാണാനില്ല. കാണാൻ അള്ള മാത്രമുണ്ട്, കാണാക്കൂല, അള്ള മാത്രമുണ്ട്. ആ സമയത്ത് ഹബ്സുൻ നഫ്സി അൻ മഹാരിമില്ല, ഇത് അള്ള വിലക്കിയതാണ് എന്ന് വെച്ചിട്ട് മനസ്സിലേക്ക് പോകാൻ അങ്ങനെ നഫ്സല അമ്മാറത്തും ബിസു, പെരുത്തള്ളാണ്. ആ തള്ളുന്ന നേരത്ത് മനസ്സിന് അതിൽ നിന്ന് തടഞ്ഞു വെക്കാൻ പറ്റും. രണ്ടാമത്തത് 5 നേരം പള്ളിക്ക് ഇങ്ങനെ നടന്നു പോകുക, നിസ്കാരത്തിൽ പങ്കെടുക്കുക, സുബൈക്ക് പോകുക. അത് വുളു ആ നേരത്ത് നല്ല തണുപ്പുള്ള ദിവസം, ഇപ്പൊന്നും വലിയ പ്രശ്നമില്ലല്ലോ. നല്ല തണുപ്പുള്ള മരം കോച്ചുന്ന തണുപ്പ് ചില കാലത്തുണ്ടാവും, ചില നാട്ടിലുണ്ടാകും. ആ നേരത്ത് പോലും എഴുന്നേറ്റിട്ട് ഇസ്ബാഹുൽ വുളു, ശരിക്കും എല്ലാ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും പൂർണ്ണ രൂപത്തിൽ കഴുകി പള്ളിയിലേക്ക് പോകുക, നമസ്കരിക്കുക. ഭയങ്കര പ്രയാസമുള്ള കാര്യങ്ങളാണ്. ആ പ്രയാസം ഉണ്ടെങ്കിൽ പോലും മനസ്സതിൽ നിന്ന് നമ്മളെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് പറഞ്ഞിട്ടുള്ള അമലുകളിൽ മനസ്സിനെ തളച്ചിടണം, അത് ചെയ്തിച്ചിരിക്കണം. അതാണ് ഹബ്സുൻ നഫ്സി അലാ ത്വഅത്തില്ലാഹ്. അള്ളാഹ്ക്കുള്ള താഅത്തിൽ മനസ്സിനെ നിങ്ങൾ തടഞ്ഞു വെക്കണം. അള്ളാഹ്ക്ക് ധിക്കാരമാകുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ നിങ്ങൾ തടഞ്ഞു വെക്കണം. ഇത് അതിന്മേൽ ആ പ്രവർത്തനങ്ങളിൽ തടഞ്ഞു വെക്കണം, മറ്റത് അതിലേക്ക് പോകുന്നില്ലെന്ന് തടയണം. ഇങ്ങനെ 2 കാര്യങ്ങൾ. അതാണ് അള്ളാന്റെ ഹുക്കുമിലുള്ള സ്വബർ. അത് ശർഈയായ ഹുക്കുമുകളാണ്. ശർഈയായ ഹുക്കുമുകളാകുമ്പോൾ അതിന്റെ മഹാരിമിലേക്ക് പോകാതെ മനസ്സിനെ തടുക്കണം. അതിൽ അള്ളാഹ് വിധിച്ച കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യാൻ, അതിന്മേൽ നിരതമായി നിലകൊള്ളാൻ മനസ്സിനെ സജ്ജമാക്കി അതിൽ ഉറപ്പിച്ചു നിർത്തണം. ഇതൊക്കെ ഖളാഖദിന്റെ ഭാഗ. ഇത് അള്ളാഹ് നമുക്ക് മനുഷ്യർക്ക് കണക്കാക്കിയതാണ്. ആദമിനെയും ഹവ്വാവിനെയും ഭൂമിയിലേക്ക് വിട്ടപ്പോൾ അള്ളാഹ് കണക്കാക്കിയതാണ്. അവന്റെ ശർഈയായ കൽപ്പനകൾ പാലിച്ചേ പറ്റൂ. ഞാൻ പാലിക്കുന്നു സന്തോഷത്തോടു കൂടി. അത് സ്വബർ വേണം, പിന്നെ അതിൽ റിള വേണം. ഇത് നമുക്ക് നിർബന്ധമാണ്. അത് സന്തോഷത്തോടു കൂടി വേണം, അല്ലാണ്ട് വെറുപ്പിൽ ചെയ്തിട്ട് കാര്യമില്ല. റസൂലുള്ള കാണിച്ചു തന്നൊരു കാര്യം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല, വെറുപ്പാണ് എന്ന് ആലോചിച്ചു. കാര്യം വളരെ അബദ്ധമാണ്. നവാഖുൽ ഇസ്ലാം 2-ഒന്നും കൂടി വായിക്കേണ്ടടുത്താണ് കാര്യം കിടക്കുന്നത്. ഉണ്ടല്ലോ, ചിലർ ചിലപ്പോൾ പറയുന്ന നേരത്ത് കുറച്ചുകൊണ്ട് ഏറ്റി പറയും, കടന്ന് പറയും. അങ്ങനെ പറയാൻ നിൽക്കണ്ട.
എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല, എനിക്കതിനോട് ഒരിഷ്ടമല്ല, പക്ഷെ ഞാൻ എന്നാലും ചെയ്യാം. അതിലയാൾ അയാളുടെ ആത്മാർത്ഥ തെളിയിക്കാനായിരിക്കും പറയുന്നത്. ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു വാക്ക് പറയും, ആ വാക്കിന്റെ പ്രത്യാഘാതം എന്ത് എന്നതിനെ കുറിച്ച് അയാൾക്കറിയില്ല. അത് നരകത്തിലേക്ക് ആപതിക്കാൻ കാരണമാകും. അതുകൊണ്ട് കുഫറിന്റെ വാക്ക് ലാ യുൽഖീ ലഹാ ബാലൻ, അയാളത് കണക്കിലെടുക്കുന്നില്ല. അതൊരു വാക്കല്ലേ. ഇങ്ങനെയുള്ള ഓരോ വാക്കുകൾ തന്നെയാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ വാക്കുകളാണ് നമുക്ക് തന്നെ പ്രയാസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ള കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം ഒരാൾ ചെയ്യുന്നു, പക്ഷെ അയാൾ അതിനോട് കാരിഹാണ്, വെറുപ്പാണ്. അയാൾക്ക് വെറുപ്പോട് കൂടിയിട്ട് ഒരാൾ നബി കൊണ്ടുവന്നത് ചെയ്താൽ പോലും ആ വെറുപ്പ് കുഫറാണ്. 10 കുഫറിന്റെ കാര്യങ്ങൾ എണ്ണ കൂട്ടത്തില് ഈ നവാഖുൽ ഇസ്ലാം ഒക്കെ നമ്മളെ നാട്ടില് ഇനി പല തവണ പഠിപ്പിക്കണം കേട്ടോ. ഇതിന്റെ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണം, വെറുതെ കേട്ടു പോകരുത്. ഇപ്പോഴല്ലേ ജിന്നിന്റെ വിഷയം വരുമ്പോഴല്ലേ മനസ്സിലാക്കണത്. നമ്മൾ വിളിക്കണില്ലല്ലോ, എന്താ പറ്റും. എത്ര ആളാ എന്നോട് വിളിച്ചു ചോദിച്ചാൽ ഫോൺ റെക്കോർഡ് ചെയ്തത് എന്റെ ഫോണിൽ ആ റെക്കോർഡിങ് സൗകര്യം ഇല്ലായിട്ടാ. ഇല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ 100 കണക്കിന് ചോദ്യം എനിക്ക് കേൾപ്പിച്ചു തരാൻ പറ്റും. നമ്മൾ തന്നെ ചെയ്യണില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്യണില്ല? എവിടെ പിന്നെ വാഹനം മറിഞ്ഞു പോയപ്പോ അയാളെ ജിന്നിനെ വിളിച്ചിട്ടില്ല. പക്ഷെ വിളിക്കൽ അനുവദനീയാന്ന് കരുതണല്ലുള്ളൂ. ചെയ്യുകയാണെങ്കിൽ നാവോണ്ടേ ആണുള്ളൂ. പക്ഷെ അതിന് തെറ്റില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ ആ ബോധ്യം എന്ന് പറയുന്നത് അമലുൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ളതാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനാണോ നാവിന്റെ പ്രവർത്തനാണോ വലുത്? ഹൃദയത്തിന്റെ പ്രവർത്തനാണ് വലുത്. രണ്ടും ഈമാനിന്റെ പരിധിയിലാണ് പെടുക. മുസമ്മൽ ഈമാനിന്റെ നിർവചന പരിധി അഹ്ലുസുന്നത്ത് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് അഖദും ബിൽ ജിനാൻ വഇഖ്റാറും ബിൽ ലിസാൻ വഅമലും ബിൽ ജവാരിഹി വൽ അർക്കാൻ. ഈമാനിന്റെ നിർവചന പരിധിയിൽ 3 പെടുന്നു. ഹൃദയത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ അത് ഈമാനാണ്. നാവ് കൊണ്ട് നിങ്ങളത് പറയുന്നുണ്ടെങ്കിൽ അത് ഈമാനാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈമാനാണ്. 3 ഈമാനിന്റെ പരിധിയിലാണ്. അപ്പൊ നമ്മളങ്ങനെ ചെയ്യണില്ലല്ലോ. നാവുകൊണ്ട് ചെയ്യണില്ല, കൈകൊണ്ട് ചെയ്യണില്ല, മനസ്സുകൊണ്ട് നല്ല കുടിച്ചുത്തിരിക്കുക. അത് വയറിളക്കി കളഞ്ഞിട്ടല്ലാണ്ട് തൗഹീദ് ശരിയാവില്ല. ഉള്ള കാര്യം പറയാം. എനിക്കാരോടും വെറുപ്പുണ്ടായിട്ടല്ല, പറഞ്ഞില്ല, അവനത് അറിയായിരുന്നു, ഓൻ മുണ്ടിയില്ല എന്ന് പറയരുത്. നാളെ നമ്മൾ അള്ളാന്റെ മുന്നിൽ വരാനുള്ളവരാണ്. അവിടെ വെച്ചിട്ട് സുബൈറിനത് അറിയായിരുന്നു, പക്ഷെ മുണ്ടാണ്ട പോയി. ഇല്ല, ഞാൻ എഴുതിയിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. ഇതൊരു ന്യായമല്ല. അത് നിങ്ങൾക്ക് പിശാച് തോന്നിച്ചു തരികയാണ്. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും കടുത്ത അമൽ. അതാണ് അമലുൽ ഖൽബ്. ഈമാനിന്റെ നിർവചന പരിധിയിൽപ്പെടുന്ന ആദ്യത്തെ കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുള്ള അവിടുത്തെ ഹദിയ്, അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ ചര്യ, അവിടുത്തെ സാൻമാർഗിക ദർശനങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനോട് നിങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ അത് കുഫ്റാണ്. അതുകൊണ്ട് തന്നെ അതിനോട് തൃപ്തി വേണം, മനസ്സിൽ തൃപ്തി വേണം. ആ തൃപ്തിയോടുകൂടി തന്നെ അത് ചെയ്യണം. അതുകൊണ്ട് വസ്സബ്റു അലാ ഹുക്മില്ല, അല്ലാഹ് വിധിച്ചിട്ടുള്ള അവന്റെ വിധികളിൽ നമുക്ക് ക്ഷമ വേണം, അതിൽ നമ്മൾക്ക് തൃപ്തി വേണം. അതിനോട് വെറുപ്പുണ്ടാകാൻ പാടില്ല. ശറഈന്റെ കൽപ്പനകൾ അങ്ങനെയാണ്. ശറഈന്റെ കൽപ്പനകൾ അതും വിധിയിൽ തന്നെയാണ് പെടുക. ചില ആളുകൾ വിചാരിക്കുക ഖളാ ഖദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഖളാ ഖദറിൽ പെടും, ബാക്കിയൊക്കെ ഖളാ ഖദർ അല്ല, അത് ഭൗതികമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതൊരു തെറ്റായതാണ്. അതിന്റെ ഉദാഹരണമാണ്, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു, ബാക്കി അള്ളാനെ ഏൽപ്പിച്ചു. എനിക്കുള്ളത് ഞാൻ ചെയ്തു, ബാക്കി അള്ളാനെ ഏൽപ്പിച്ചു. പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നു എന്താ ഇപ്പൊ കുഴപ്പം? ശരിയല്ലേ അയാള് പറഞ്ഞ പൊട്ട തെറ്റാണ്. അതിനുള്ള ആദ്യത്തെ തെളിവ് ഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, ഖുർആന്റെ ആയത്താണ്. കാര്യങ്ങൾ കുറച്ച് ഞാൻ ചെയ്തു, ബാക്കി അള്ളാഹ്ക്ക് ഏൽപ്പിച്ചു എന്നല്ല, കാര്യം മുഴുവനും അള്ളാഹുവിലേക്കാണ് മടക്കേണ്ടത്. കുറച്ച് നമ്മളേറ്റു, ബാക്കി അള്ളാഹിനെ ഏൽപ്പിച്ചു എന്നത് കാര്യം മുഴുവനായി അള്ളാഹുവിലേക്ക് മടക്കേണ്ടതാണ്, മടങ്ങാനുള്ളതാണ് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതിന്റെ പരസ്യമായ ലംഘനമാണ്.
2, അങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ ഖളാഇനും ഖദറിനും വിധേയമായിട്ടല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അള്ളാഹ് നമുക്ക് ഖുദ്റത്ത് നൽകി, ഇഖ്തിയാർ നൽകി, എല്ലാം നൽകി. കഴിവ് അള്ളാഹ് വിട്ടു തന്നിട്ടുണ്ട്, നമുക്ക് ഇറാദത്ത് നൽകിയിട്ടുണ്ട്, നമുക്ക് ഉദ്ദേശിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, ഇഖ്തിയാർ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഒക്കെ ശരിയാണെങ്കിലും അള്ളാന്റെ ഖളാഇൽ അള്ളാഹ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലേ അതൻ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. മറ്റത് പൊളിഞ്ഞടങ്ങും. നമ്മൾ ജീവിതത്തിൽ കാണുന്നല്ലേ, പൈസ ഉള്ളവർ മുഴുവൻ അല്ലെങ്കിൽ എന്താണ്ടി വരും, ബിസിനസ് നടത്തിയാൽ ജയിക്കേണ്ടി വരും. ചിലർ നടത്തിയാൽ കാണാം കണക്കല്ലാത്ത പൈസ ഇങ്ങനെ വരവ്, ചിലർ നടത്തിയാൽ കാണാം വന്ന മാതിരി 60 വന്നാൽ 120 തിരിച്ചാൽ പൊളിയത്. ഇതും നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാ? അയാൾക്കത് വിജയിക്കണം എന്നുള്ളത് അള്ളാന്റെ കണക്കാണ്, അല്ലാതെ ബിസിനസ് സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുള്ള നിയമമൊന്നും അല്ല. ജയിച്ചോന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിയമാക്കി എഴുതിയേക്കുന്നു എന്ന വങ്കത്താണ് അവിടെ നടക്കുന്നത്. ഇവന്റേത് പൊളിയണം എന്നുള്ളത് അള്ളാന്റെ തീരുമാനമാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു ഖുദ്റത്തും ഇഖ്തിയാറും ഇറാദത്തും തന്ന വിഷയത്തിൽ തന്നെ ആ വിഷയം വിജയിക്കണമെങ്കിൽ അള്ളാന്റെ മശിയത്ത് വേണം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾ എന്തുദ്ദേശിച്ചാലും അള്ളാന്റെ മശിയത്ത് അതിനുണ്ടെങ്കിൽ മാത്രമേ, അവന്റെ വേണ്ടുക അതിലുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം പുലരൂ, അതേ നടക്കൂ, അതേ വിജയിക്കൂ. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇന്റതും ബാക്കി അള്ളാഹ് ഏൽപ്പിക്കാൻ, ഇന്റത് കുറച്ച് കാര്യമായിട്ടില്ല. എല്ലാം മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിലേക്കാണ് മടക്കേണ്ടത്. അതുകൊണ്ട് ഈ വാക്ക് ഇപ്പൊ ഈ ഇരിക്കണയിലൊരു 60% ആളുകൾ അങ്ങനെ പറയുന്ന ഞാൻ കരുതുന്നത്. എനിക്ക് ഇയാളത് ഞാൻ ചെയ്തു, ബാക്കി അള്ളാഹ്ക്ക് ഏൽപ്പിച്ചു. നമ്മളെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന കുറച്ച് ആളുകൾക്ക് നടക്കണം എന്ന് വിചാരിക്കണം. നമ്മളെ കാര്യം എങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയായിരിക്കും? എനിക്കുള്ളത് ഞാൻ ചെയ്തു, ബാക്കി അള്ളാഹിനെ ഏൽപ്പിച്ചു. ബാക്കിയാണ് ആ ബാക്കി എന്നുള്ളത് വെട്ടി ഒഴിവാക്കണം. അള്ളാഹ് എന്നോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, അത് സബബുകൾ സ്വീകരിക്കലാണ്, സബബ് സ്വീകരിച്ചു, ഞാൻ മുഴുവനും അള്ളാഹുവിൽ വരവേൽപ്പിച്ചു. ഇതാണ് പറയാനുള്ളത്. ഇതാണ് ഹത്ത്. ഒക്കെ ഇനി നമ്മളെ ശീലിച്ചു വരണം. ഇനി എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ വീണ്ടും തിരിച്ചു വരും. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, ബാക്കി അള്ളാഹിനെ ഏൽപ്പിച്ചു. ഒരു കല്യാണക്കാരിയാണ് മകൾക്ക്, ഞാൻ അവിടെ പോയി അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു, നമുക്ക് ഇയാളൊക്കെ ചെയ്തു, ഇനി ബാക്കി അള്ളാഹ് ചെയ്യട്ടെ. നടക്കണത് ഇവിടൊക്കെ അതിന് പത്രം അവർ ഇത്ര തെറ്റ് പറയാണ്ട്. അത് തെറ്റാണ്, കുട്ടികൾ തെറ്റാണ്, മനുഷ്യരെ അല്ലാന്ന് പറയാൻ പറ്റൂല. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ചില വാക്കിന്, ഇപ്പൊ നേരത്തെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, ഒരു വാക്ക് ചിലപ്പോ നമ്മൾ പറയും ലാ യുൽഖീലഹ, അതിന് അവൻ കൊടുക്കുന്നേ ഇല്ല. ബാലൻ, ഒരു പരിഗണനയും കൊടുക്കണില്ല, മനസ്സ് കൊടുക്കുന്നില്ല ഇതിലേക്ക്. അതൊരു വെറും വാക്കല്ലേ? അങ്ങനെ വെറും വാക്കില്ലട്ടോ. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സർവസജ്ജമായി അള്ളാഹു ഓരോന്നും ഒഴിയാതെ രേഖപ്പെടുത്താൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള 2 മലക്കുകൾ ഇടം വല ഇരുന്ന് രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു വാക്ക് പോലും ഒരു രോഗി ഞരങ്ങണത് മൂളുന്നത് വരെ രേഖപ്പെടുത്തുന്നതാണ്. അതുവരെ പേടിച്ചിരുന്നു മുൻഗാമികളായ ആൾക്കാർ. അഹ്മദ് ബിൻ ഹംബൽ രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് അദ്ദേഹം ഞരങ്ങണ സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ വന്നിട്ട് എന്ത് ഉപ്പങ്ങളെ ഇങ്ങനെ, അപ്പൊ അതുപോലും മലക്കൾ രേഖപ്പെടുത്തൂല എന്നുള്ള രൂപത്തിൽ പരിഭവപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അതുപോലും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് മുൻഗാമികളുടെ ശരിയ. അപ്പൊ അത് ഞാൻ ഒരു കാര്യത്തിന് പറഞ്ഞൊന്നുമല്ല, കാര്യത്തിന് പറഞ്ഞാൽ മതി. കളിക്ക് പറയേണ്ടത് വേറെ കാര്യമാണ്, അതിൽ കളവ് പാടില്ല. ഇത് കാര്യത്തിന് പറയേണ്ട കാര്യമാണ്, കളിക്ക് പറയേണ്ട കാര്യമല്ല. ഇതിൽ പറയുന്നത് വസ്തുതക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് അത്തരം വാക്കുകൾ വരുന്നത് സൂക്ഷിക്കുക, വളരെ സൂക്ഷിക്കുക. നമ്മൾ ഒരു വിലയും കൽപ്പിക്കാതെ തൃണവൽഗണിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ, ആ വാക്ക് മുഖേന യഹ്വി ബിഹ, അയാൾ ആപതിക്കും, വീഴേണ്ടി വരും, ഫി ജഹന്നം, നരകത്തിന്റെ ആഴങ്ങളിലേക്ക്, 70 ഖരീഫ, 70 ആണ്ട് അയാൾ താണ്ട് പോകേണ്ടി. ഇതൊക്കെയാണ് അമല്, ഇതിലൊക്കെയാണ് കാര്യം. അതല്ലാത്ത വേറെ വാഹിറായി നമ്മൾ ശ്രീണിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ അത് അഹുവൻ, ഇതിനെ അപേക്ഷിച്ച് അഹുവൻ. പക്ഷെ ആളുകൾ കയ്യിലൊന്നുമല്ല. ആ ലാഹിറായി ചെയ്യേണ്ട കാര്യങ്ങളിലാണ് ഭയങ്കര പ്രശ്നം.
ഞാൻ ലാഹിറായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തണം അല്ല ചെയ്യാമെന്ന് പ്രേരിപ്പിക്കുകയോ അനുവദിക്കുകയോ ചെറുതായി കാണുകയല്ല ചെയ്യുന്നത്. ലാഹിറിനേക്കാൾ എത്രയോ ഗൗരവം കാണേണ്ട കാര്യം ഇതാണ്. ഇതെല്ലാം ചെയ്യുന്ന ഒരാളെ അയാൾ ഒന്നും ചെയ്യണില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. എന്നാൽ ലാഹിറായ കാര്യങ്ങളിൽ ചെറിയ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അയാൾ അവശനാണ്, അയാൾ അങ്ങനത്താണ് ഇങ്ങനത്താണ് ഇങ്ങനെ പറയും. അപ്പൊ വസ്തുത അതൊന്നുമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബിമാര് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായത് ഇമാം മുസ്നി പറഞ്ഞത് ഒരു പുതിയ നിസ്കാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സഹാബത്തിൽപ്പെട്ട മറ്റൊരു നിസ്കരിക്കാത്തൊരു നിസ്കാരം അബൂബക്കർ, ഉമറും ഉസ്മാനും അലിയും വബഖിയത്തുൽ അശറ വസ്സഹാബത്തുൽ കിറാം മിനൽ മുഹാജിരീന വൽ അൻസാർ വമൻ ബഅദഹും ഇങ്ങനെയുള്ള മറ്റു സഹാബിമാരൊന്നും ചെയ്യാത്തൊരു പ്രത്യേക നിസ്കാരം അബൂബക്കർ സിദ്ദീഖ് നിസ്കരിച്ചിട്ടില്ല. ഇവരാരും നിസ്കരിക്കാത്തൊരു പ്രത്യേക സുന്നത്ത് അബൂബക്കർ സിദ്ദീഖ് നോറ്റിട്ടില്ല. സുന്നത്ത് നോമ്പ് നോറ്റിട്ടില്ല. മറിച്ച് അബൂബക്കർ സിദ്ദീഖ് അവരെക്കാൾ മികവുറ്റത് ബിശൈഇൻ വഖറഹു ഫീ ഖൽബിഹി അമലുൽ ഖൽബ് കൊണ്ടാണ്. ഇവിടെ നാട്ടിൽ അമലുൽ ഖൽബിന് ഒരു വില തന്നെയല്ല, ചെയ്യണില്ല എന്നല്ല. ഇതാണ് നമ്മളെ വിസ്ഡം. നമുക്ക് കിട്ടിയ വിസ്ഡം അങ്ങനെയാണ്. വല്ലാത്തൊരു കാലം. സുബ്ഹാനല്ലാഹ്. അപ്പോ വസ്സബ്ർ അലാ ഹുക്മില്ല, അള്ളാന്റെ ഹുക്മില് നമ്മൾ സബർ കാണിക്കണം, അതിൽ നമ്മൾ തൃപ്തിപ്പെടണം, അതിനോട് നമുക്ക് വെറുപ്പ് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് വൽ ഈമാനു ബിമാ ഖാല അല്ലാഹു അസ്സ വജൽ, ഇവിടെ ശാരിഹായ ഷെയ്ഖ് റബീഉ സൂചിപ്പിക്കുന്നത് വൽ ഈമാനു ബിമാ ഖാല അല്ലാഹു അസ്സ വജൽ എന്നായിരിക്കണം. അത് പിന്നെ തസ്ഹീഫോ അല്ലെങ്കിൽ നസാഖികളിൽ നിന്ന് സംഭവിച്ച വീഴ്ച ആയിരിക്കും. അതിനാണ് കൂടുതൽ യോജ്യം ഇവിടെ എന്ന് ശാരിഹ് പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വൽ ഈമാൻ, നമ്മൾ വിശ്വസിക്കണം ബിമാ ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വിശ്വാസമർപ്പിക്കണം. എന്ന് വെച്ചാൽ അല്ലാഹു വിധിച്ചിട്ടുള്ള എല്ലാറ്റിലും നമ്മൾ വിശ്വാസം അർപ്പിക്കണം. ആ പറഞ്ഞിട്ടുള്ള ആ വിധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ചിലത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടാകും, ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വേറെ ഏതെങ്കിലും രൂപത്തിൽ അറിയിച്ചിരുന്നതായിരിക്കും. എന്താണ് അള്ളാന്റെ ഖൗലായിട്ട് വരാം, അല്ലാത്ത രൂപത്തിലായി വരാം. അള്ളാഹ് വിധിച്ചിട്ടുള്ള എല്ലാ വിധിയിലും നമ്മൾ വിശ്വസിക്കണം. അള്ളാഹ് വിധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കണം. അതെല്ലാം ഹഖാണ്, എല്ലാം ന്യായമാണ്, എല്ലാം സത്യമാണ്, എല്ലാം ന്യായമാണ്. അത് അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന്റെ മലക്കുകളിൽ വിശ്വസിക്കുക, അവന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, അവന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അള്ളാഹു കണക്കാക്കിയ വിശ്വാസമായി അവൻ നമുക്ക് കണക്കാക്കിയിട്ടുള്ള എല്ലാറ്റിലും നമ്മൾ വിശ്വസിക്കണം. അത് ഉറച്ച വിശ്വാസം, ഇളക്കാൻ പറ്റാത്ത വിശ്വാസം ആവശ്യമാണ്. ആ വിശ്വാസ കാര്യങ്ങളിൽ പ്രത്യേകം ഇത് മൊത്തത്തിൽ പറഞ്ഞതിന് ശേഷം, ആമ് പറഞ്ഞതിന് ശേഷം ഇതിന്റെ പ്രാധാന്യം കൊണ്ട് ജനങ്ങൾ പെട്ടെന്ന് വ്യതിചലിച്ചു പോകാൻ ഇടവരുന്ന വിഷയമാണ് ഖദറിലുള്ള വിശ്വാസം. അത് പ്രത്യേകം പറഞ്ഞു. വൽ ഈമാനു ബി അഖ്ദാരില്ലാഹി കുല്ലിഹ, അല്ലാഹു കണക്കാക്കിയിട്ടുള്ളതിൽ വിശ്വസിക്കണം. അത് അള്ളാഹ് കണക്കാക്കിയത് ഖൈരിഹ വ ശർരിഹ വ ഹുൽവിഹ വ മുർരിഹ. അതിൽ നമുക്ക് ചിലപ്പോൾ ഖൈറായി തോന്നുന്ന കാര്യം ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഷർറായി അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് മധുരിക്കുന്ന സ്വീറ്റായി തോന്നുന്ന കാര്യം ഉണ്ടാകും, ചിലപ്പോൾ മുർറ് നമുക്ക് വളരെ തിക്തമായി കയ്പായി തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാകും. ഏത് കാര്യമാണെങ്കിലും അള്ളാഹു കണക്കാക്കിയതിൽ നമ്മൾ വിശ്വസിക്കണം. അതിൽ നമ്മൾ സബർ കാണിക്കണം. അതിൽ നമ്മൾ തളച്ചുറ് ക്ഷമകേട് കാണിക്കാൻ പാടില്ല. അതിൽ നമ്മൾ സബർ കാണിക്കണം എന്നല്ല, അതിൽ നമുക്ക് റിളാ വരണം. അതിൽ നമുക്ക് റിളാ വരണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ മനുഷ്യന് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട, മനുഷ്യൻ മാത്രമല്ല സൃഷ്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുൻകൂട്ടി കണക്കാക്കിയിട്ടുള്ളതാണ്. ഈ ഭാഗം നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഖദറിന്റെ മറാത്തിബുൽ ഖദർ, അതിന്റെ 3 ഘട്ടങ്ങൾ വേറെ തന്നെ ഇതിൽ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ വിശദീകരിച്ചു പോയിട്ടുള്ളതാണ്. ഒന്ന്, അള്ളാഹു എല്ലാ കാര്യങ്ങളും, അവന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവന്റെ അറിവിൽ ഉള്ളതാണ്. അസ്ലൻ, അനാദിയായിട്ട്. എന്നുണ്ടായി അത്? എന്നുണ്ടായി പറയാൻ പറ്റില്ല, അത് ഉള്ളതാണ്. അള്ളാഹ് ഉള്ളവനാണ്, ഉണ്ടായവനല്ല. അള്ളാഹ് ഉള്ളവനാണ്. അള്ളാഹുവിന്റെ ഇൽമും അവനുള്ളപ്പോൾ തന്നെ അവന്റെ കൂടെ ഉള്ളതാണ്. അത് അസ്ലൻ, അനാദിയായിട്ടുള്ളതാണ്. ആ അനാദിയായ ഇൽമിൽ ഉൾപ്പെടുന്നതാണ് മഖ്ലൂഖുകൾ, സൃഷ്ടികളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ജുംലത്തൻ വ തഫ്സീലൻ.
മൊത്തമായിട്ടും അതിന്റെ വിശദമായ രൂപത്തിലും അസ്ലൻ വ അബദൻ, അത് തുടക്കമില്ലാത്ത നിലയിലും അന്ത്യമില്ലാത്ത നിലയിലും അള്ളാന്റെ ഇൽമിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വിശ്വസിക്കണം. നമ്മൾ ഇപ്പൊ ഇന്നത്തെ ഈ തീയതി നമ്മളിവിടെ വന്നിട്ട് ഓഗസ്റ്റ് ഈ മാസം ഞായറാഴ്ച ഇവിടെ വന്ന് ഇത്ര മണിക്ക് ക്ലാസ് തുടങ്ങി, ഇത്ര മണിക്ക് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ച് പോകണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിൽ ആദ്യമുള്ളതാണ്. അതൊന്നും അല്ല. നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ച് ബേജാറാകുന്നത് അള്ളാന്റെ ഖദാ ഖദറിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എന്ത് നടക്കും എന്ത് നടക്കൂല എന്നുള്ളത് നമ്മൾ ഓടിപ്പായുന്നത് കൊണ്ടല്ല. നമ്മളത് ചെയ്യുന്നത് അള്ളാഹ് പറഞ്ഞത് കൊണ്ട് സബബ് ചെയ്യുന്നു. അള്ളാഹു അത് നടത്തുന്നു. അള്ളാഹു അത് നടത്തണമെന്ന് തീരുമാനിച്ചാൽ ഈ സബബുകളിലൂടെ അള്ളാഹ് അത് നടത്തും. അള്ളാഹ് കാര്യം നടത്തണ്ട എന്ന് വിചാരിച്ചാൽ ഈ സബബുകൾ ചിലപ്പോൾ നമ്മൾ ചെയ്യൂല. ചിലപ്പോൾ സബബ് ചെയ്താലും അത് തോറ്റുപോയി എന്ന് വരും. ഇങ്ങനെയൊക്കെയാണ്. അത് അള്ളാഹ് ആദിയിൽ തുടക്കമില്ലാതെ അള്ളാന്റെ ഇൽമിലുള്ളതാണ്. അത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹിലേക്ക് പകർത്തിച്ചു. സൃഷ്ടികളുമായി ബന്ധപ്പെട്ട അവരുടെ അഖ്ദാറുകൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ അല്ലാഹു ഖലമിനെ സൃഷ്ടിച്ചു. ഖലം സൃഷ്ടിച്ചതിന് ശേഷം പറഞ്ഞു ഉക്തുബ്, എഴുതുക എന്ന് പറഞ്ഞു. അതിന് ആജ്ഞ കൊടുത്തു. എന്താണ് എഴുതേണ്ടത്? കുല്ലു മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതാൻ വേണ്ടി പറഞ്ഞു. അതോടുകൂടി പേന എല്ലാം എഴുതി. അതെന്നായിരുന്നു? ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർദ് ബി 50000 സന. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഇഹ്തിജാജിന് പറ്റുന്ന ഹദീസ് പ്രകാരം തന്നെ അത് 50,000 ഈ സൃഷ്ടികളല്ല സൃഷ്ടിക്കുന്നതിനും 50,000 വർഷം മുമ്പ്. അവിടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഭാവനയിൽ ഒതുങ്ങാത്തതും നമുക്ക് വിശദീകരണത്തിന് വഴങ്ങാത്തതുമായ, കാരണം മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവന്റെ എല്ലാ കാര്യങ്ങളും സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പരിധിക്കുള്ളിൽ കിടക്കുന്ന കാര്യമാണ്. സമയബദ്ധമാണ്. ടൈം ബൗണ്ടാണ്, സ്പേസ് ബൗണ്ടാണ്. ഇതിന്റെ രണ്ടിന്റെയും ബോക്സിന് പുറത്തു പോയിട്ട് ഒരു കാര്യത്തെ വിലയിരുത്തുക, ചിന്തിക്കുക എന്നുള്ളത് പ്രയാസമാണ്. ചില സയന്റിഫിക് ഫിക്ഷനൊക്കെ എഴുതുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങനത്തെ ചില സാഹസത്തിന് മുതിരും. അവസാനം പറഞ്ഞു വരുമ്പോൾ അവർക്കും പിടുത്തം കിട്ടൂല. കാലാണ് ഭൂമിയിൽ നിന്ന് പോകും. എന്നിട്ട് എന്താ പോണേന്ന് വായിക്കണ നമുക്കും പിടുത്തം കിട്ടൂല. സയന്റിഫിക് ഫിക്ഷൻസ് വായിച്ചാൽ കണ്ടില്ലേ, അത് വായിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. അവർക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവും. അവസാനം എവിടെ എത്തിയത് ഒന്നും ഉണ്ടാവില്ല, ഒരു പിടുത്തം ഉണ്ടാവില്ല. കാരണം എന്താ? മനുഷ്യന്റെ ഭാവനാ കഴിവിന്റെ അപ്പുറത്ത് മനുഷ്യൻ സമയത്തിന് അതുപോലെ തന്നെ സ്ഥലത്തിന്, ടൈം, സ്പേസ്, ഇത് രണ്ടിന്റെയും ലിമിറ്റിന്റെ ഉള്ളിലുള്ളതാണ്. അതിന്റെ ബോക്സിന് പുറത്തു പോയിട്ടൊരു മനുഷ്യനൊരു കാര്യം തസവ്വുറാക്കുക എന്നുള്ളത്, അങ്ങനത്തെ ഒരു പെർസെപ്ഷൻ ബുദ്ധിമുട്ടാണ്, സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഹദീസൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമുക്കത് വായിക്കാം. നമുക്കത് ആമന്നാമില്ല വസദ്ദഖ്നാ ബിഹി, അത് നമ്മൾ വിശ്വസിക്കുന്നു, സത്യപ്പെടുത്തുന്നു. അത് മാത്രമേ നമുക്ക് അതിന് നിവൃത്തിയുള്ളൂ. ആകാശഭൂമികളൊക്കെ അള്ളാഹു സൃഷ്ടിക്കുന്നതിനും 50,000 വർഷം മുമ്പ് അള്ളാഹു അത് കലം കൊണ്ട് ലൗഹിൽ എഴുതിപ്പിച്ചു. പിന്നെ ആ എഴുതി വെച്ച ഓരോ കാര്യവും അതിൻ്റെതായ പ്രത്യേക സന്ദർഭം വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലിമത്തുൽ ഖൽഖി വത്തക്വീൻ കൊണ്ട്, അവന്റെ തക്വീനിന്റെ വചനം കൊണ്ട്, കുൻ എന്ന വചനം കൊണ്ട് അവൻ ഉണ്ടാക്കും. അവൻ എന്ത് കാര്യം ഉണ്ടാക്കാനും അള്ളാഹു ആ സമയം വരുമ്പോൾ ആ ഖദറിൽ അവൻ കണക്കാക്കി വെച്ച അവന്റെ ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഇന്ന സമയത്ത് ഇന്നതുണ്ടാവണം, ഇന്നടത്തുണ്ടാണെന്ന് വരുമ്പോൾ അതുണ്ടാകണമെന്നാണ് അവന്റെ തീരുമാനമെങ്കിൽ കുൻ ഫയക്കു, അത് പുലർന്നു. അവന്റെ മശിയത്തില്ലാതെ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ ചന്ദ്രയാൻ അയച്ചല്ലോ, ചന്ദ്രയാനിൽ ഫൈൻ ബ്രേക്കിങ്ങൾ കഴിഞ്ഞാൽ കഴിഞ്ഞ്, പിന്നെ ഇവിടുന്ന് ഒരു നിയന്ത്രണമല്ല, പിന്നെ അതിന്റെ ഉള്ളിൽ തന്നെയാണ് നിയന്ത്രണം എന്നാ പറഞ്ഞത്. അങ്ങനത്തെ നിയന്ത്രണമല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ ഓരോ മൈക്രോ കാര്യങ്ങളിലും അള്ളാഹു ഇടപെടുന്നു. അവന്റെ മശിയത്ത് ഇടപെടാതെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല. അവൻ അറിയാതെ ഒരു കാര്യമില്ല, അവൻ രേഖപ്പെടുത്താത്ത ഒരു കാര്യമില്ല. അവൻ അറിഞ്ഞതും രേഖപ്പെടുത്തിയതുമായ ആ കാര്യം അത് പുലരണമെങ്കിൽ അവന്റെ മശിയത്ത് അതുമായിട്ട് ബന്ധപ്പെടണം. അങ്ങനെ അവൻ അതിന് ആജ്ഞ കൊടുക്കണം. ആ ആജ്ഞ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് പുലരുന്നുള്ളൂ. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, കുല്ല യൗം ഹുവ ഫീ ശഅൻ. അള്ളാഹുവിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. അത് അള്ളാഹ്ക്കൊരു പ്രയാസമല്ല.
ഈ കാണുന്ന ആകാശങ്ങളും ഭൂമികളും മുഴുക്കെ അവയെ സൃഷ്ടിക്കുക, നിലനിർത്തുക, പരിപാലിക്കുക, അവയുടെ കാര്യങ്ങൾ നോക്കുക, ഇതവനൊരു പ്രശ്നമല്ലെന്ന്. അത് അള്ളാഹ്ക്കൊരു പ്രശ്നമല്ല. അവനതൊരു ഭാരമോ ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ, അതൊന്നും അവന് പ്രശ്നമല്ല. അതുകൊണ്ട് ഇതിൽ നമ്മൾ ഈ വിധത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ, അത് നേരത്തെ ക്ലാസ്സുകളിൽ വിശദമായി വന്നതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പറക്കുന്നില്ല. ഇത് ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും ഒക്കെ നിരവധി വന്നിട്ടുള്ളതാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. സൂറത്ത് സൂമറിൽ പറഞ്ഞു, എല്ലാറ്റിനെയും അള്ളാഹു സൃഷ്ടിച്ചതാണ്. എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ അവൻ മതി, വേറൊരാളും ആവശ്യമില്ല. എല്ലാറ്റിനെയും എന്ന് പറഞ്ഞാൽ, ഒരു വസ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ എന്റെ ദാത്ത്, എന്റെ ഈ സത്ത, ആ സത്ത മാത്രമല്ല എന്റെ സിഫാത്തുകൾ, എനിക്കുള്ള ഗുണങ്ങൾ, എന്റെ ഗുണങ്ങൾ മാത്രമല്ല എന്റെ സ്വഭാവം പോലുള്ള എല്ലാ ഗുണങ്ങളും. അത് മാത്രമല്ല അള്ളാഹു പഠിച്ചത്, എന്റെ സത്തയെ സൃഷ്ടിച്ചു, എന്റെ സിഫാത്തുകളെ സൃഷ്ടിച്ചു. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, നല്ലതും ചീത്തയുമായ കാര്യം, രാവിലെ സുബഹി നിസ്കരിച്ചു, അത് നമ്മൾ 9 മണിക്ക് നിർത്തണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ പിന്നെ വരുന്ന സമയത്ത് ഞാൻ മോശപ്പെട്ട ഒരു കാര്യം എൻ്റെ മനസ്സിൽ ആലോചന വന്നു, അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാര്യം ഒരാളോട് സംസാരിച്ചു, അല്ലെങ്കിൽ അവിടെ മുന്നിലൊരു ജീവി കണ്ടു, ആ ജീവനെ കണ്ടപ്പോൾ ആ ജീവനെ ഞാൻ തെറി വിളിച്ചു. അങ്ങനെ ഞാൻ ചെയ്യുന്നതും പറയുന്നതുമായ എല്ലാ കാര്യങ്ങളും അതും അള്ളാഹു സൃഷ്ടിച്ചതാണ്. അള്ളാഹു സൃഷ്ടിച്ചതിൽ നിന്നാണ് എനിക്ക് പ്രവർത്തിക്കാനും സമ്പാദിക്കാനും പറ്റുള്ളൂ. അള്ളാഹു സൃഷ്ടിക്കാതെ ഞാനായിട്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, അവരാണ് ഖദരിയ്യ. അത് മജൂസികളുടെ ഭാഗമാണ്, അതിന്റെ എക്സ്റ്റൻഷനാണ്. മജൂസികൾ പറയാ, ഈ പ്രപഞ്ചത്തിന് 2 സൃഷ്ടാക്കളാണ്. ഒന്ന് ഖാലിഖുൽ ഖൈർ, അത് പ്രകാശമാണ്, നന്മയുടെ സൃഷ്ടാവായിട്ട് വെളിച്ചവും, അതുപോലെ